ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് മാസം തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറന്റ് അഫയേഴ്സിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഹരിശ്രീയിൽ വന്ന കറന്റ് അഫയേഴ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെല്ലാം വീക്ക്ലി കറന്റ് അഫയേഴ്സിന്റെ സെപ്പറേറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. എന്തായിരുന്നു പരീക്ഷണം? ഉത്തരം: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 എന്ന ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണം. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. എന്തായിരുന്നു പരീക്ഷണം? ഉത്തരം: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 എന്ന ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണം. പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ 2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്? ഉത്തരം: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വ അവകാശം നൽകുന്നതാണ് നിയമം. പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ 2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്? ഉത്തരം: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വ അവകാശം നൽകുന്നതാണ് നിയമം. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം? ഉത്തരം: മഹാരാഷ്ട്ര. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം? ഉത്തരം: മഹാരാഷ്ട്ര. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി? ഉത്തരം: AS രാജീവ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി? ഉത്തരം: AS രാജീവ്. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഇതിന്റെ പേര്? ഉത്തരം: ഭാരത് ശക്തി. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഇതിന്റെ പേര്? ഉത്തരം: ഭാരത് ശക്തി. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ടവർ? ഉത്തരം: ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ടവർ? ഉത്തരം: ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമിതി അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. പ്രധാന ശുപാർശകൾ എന്താണ്? ഉത്തരം: ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതി അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. പ്രധാന ശുപാർശകൾ എന്താണ്? ഉത്തരം: ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ? ഉത്തരം: PK രാധാമണി, KK ഗംഗാധരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ
2023 പരിഭാഷാ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ. ഉത്തരം പി.കെ. രാധാമണി, കെ.കെ. ഗംഗാധരൻ. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ കവി. ഉത്തരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ കവി. ഉത്തരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷയായ 3-അംഗ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു സമിതിയുടെ പരിഗണനാ വിഷയം? ഉത്തരം മണിപ്പൂരിലെ കലാപത്തിൽ ഇരയായവരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും മേൽനോട്ടം വഹിക്കുക. ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷയായ 3-അംഗ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു സമിതിയുടെ പരിഗണനാ വിഷയം? ഉത്തരം മണിപ്പൂരിലെ കലാപത്തിൽ ഇരയായവരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും മേൽനോട്ടം വഹിക്കുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏർപ്പെടുത്തിയ രാജ്യത്തെ വിശിഷ്ട അക്കാദമീഷ്യനുള്ള 2023 പ്രൊഫസർ എം.വി. പൈലി പുരസ്കാരം നേടിയത്. ഉത്തരം ഡോക്ടർ ടി. പ്രദീപ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏർപ്പെടുത്തിയ രാജ്യത്തെ വിശിഷ്ട അക്കാദമീഷ്യനുള്ള 2023 പ്രൊഫസർ എം.വി. പൈലി പുരസ്കാരം നേടിയത്. ഉത്തരം ഡോക്ടർ ടി. പ്രദീപ്. രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 സ്വന്തമാക്കിയ ചിത്രം. ഉത്തരം ഓപ്പൺഹൈമർ. 2024 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 സ്വന്തമാക്കിയ ചിത്രം. ഉത്തരം ഓപ്പൺഹൈമർ. ഏത് രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് 2024 മാർച്ച് 15 മുതൽ 3 ദിവസങ്ങളിലായി നടന്നത്? ഉത്തരം റഷ്യ. ഏത് രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് 2024 മാർച്ച് 15 മുതൽ 3 ദിവസങ്ങളിലായി നടന്നത്? ഉത്തരം റഷ്യ. പട്ടാള ഭരണകൂടം തൂക്കിലേറ്റിയ പാകിസ്ഥാനിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള പ്രമേയമാണ് ആ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം സുൽഫിക്കർ അലി ഭൂട്ടോ. പട്ടാള ഭരണകൂടം തൂക്കിലേറ്റിയ പാകിസ്ഥാനിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള പ്രമേയമാണ് ആ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം സുൽഫിക്കർ അലി ഭൂട്ടോ. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ദക്ഷിണ സുഡാൻ. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ദക്ഷിണ സുഡാൻ. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായാണ്? ഉത്തരം 7. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായാണ്? ഉത്തരം 7. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബർട്ട് ആനയെ നടയിരുത്തിയത്? ഉത്തരം കാലടി മറ്റൂർ തൃക്കൈൽ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബർട്ട് ആനയെ നടയിരുത്തിയത്? ഉത്തരം കാലടി മറ്റൂർ തൃക്കൈൽ മഹാദേവ ക്ഷേത്രം. പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായത്? ഉത്തരം നവനീത് കുമാർ സേകൾ. പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായത്? ഉത്തരം നവനീത് കുമാർ സേകൾ.
അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വാൾ ഏത് നിലയിലാണ് ശ്രദ്ധേയനായത്? ഉത്തരം മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിലൂടെ. അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വാൾ ഏത് നിലയിലാണ് ശ്രദ്ധേയനായത്? ഉത്തരം മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിലൂടെ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ? ഉത്തരം ശ്രീകുമാർ കെ നായർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ? ഉത്തരം ശ്രീകുമാർ കെ നായർ. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം ചെയ്തതിനു ശേഷം മറുനാട്ടിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഏത് സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിപുലമാക്കിയത്? ഉത്തരം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം ചെയ്തതിനു ശേഷം മറുനാട്ടിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഏത് സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിപുലമാക്കിയത്? ഉത്തരം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? ഉത്തരം നാനാ ജഗ്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? ഉത്തരം നാനാ ജഗ്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്? ഉത്തരം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്? ഉത്തരം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ 2024 ലോക സന്തുഷ്ട റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഫിൻലൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ 2024 ലോക സന്തുഷ്ട റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഫിൻലൻഡ്. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തിടെ രാജിവെച്ച ലിയോ വരദ്കർ? ഉത്തരം അയർലൻഡ്. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തിടെ രാജിവെച്ച ലിയോ വരദ്കർ? ഉത്തരം അയർലൻഡ്. രാജ്യത്തിന്റെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഏത് രാജ്യത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരുമാണ് തങ്ങളുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചത്? ഉത്തരം പാകിസ്ഥാൻ. രാജ്യത്തിന്റെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഏതു രാജ്യത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരുമാണ് തങ്ങളുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചത്? ഉത്തരം പാകിസ്ഥാൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് തോട്ടം എവിടെയാണ് തുറന്നത്? ഉത്തരം ശ്രീനഗർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് തോട്ടം എവിടെയാണ് തുറന്നത്? ഉത്തരം ശ്രീനഗർ. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. 2024 ഭൗമ മണിക്കൂർ ആചരണം നടന്നതെന്നാണ്? ഉത്തരം മാർച്ച് 23. 2024 ഭൗമ മണിക്കൂർ ആചരണം നടന്നതെന്നാണ്? ഉത്തരം മാർച്ച് 23. ഇനി പറയാൻ പോകുന്നത് പുരസ്കാരങ്ങളും ജേതാക്കളെയും കുറിച്ചാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2024 സംഗീത കലാനിധി പുരസ്കാരം കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് ലഭിച്ചു. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2024 സംഗീത കലാനിധി പുരസ്കാരം കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് ലഭിച്ചു. മലയാളിയും മോഹിനിയാട്ട നർത്തകിയുമായ
ഡോക്ടർ നീന പ്രസാദിനാണ് നൃത്യകലാനിധി പുരസ്കാരം. മലയാളിയും മോഹിനിയാട്ട നർത്തകിയുമായ ഡോക്ടർ നീന പ്രസാദിനാണ് നൃത്യകലാനിധി പുരസ്കാരം. മലയാളിയും മൃദംഗവാദകനുമായ പാറശാല രവി, ഗീതാ രാജ എന്നിവർ സംഗീത കലാചാര്യ പുരസ്കാരം നേടി. മലയാളിയും മൃദംഗവാദകനുമായ പാറശാല രവി, ഗീതാ രാജ എന്നിവർ സംഗീത കലാചാര്യ പുരസ്കാരം നേടി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്ക് ലഭിച്ചു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്ക് ലഭിച്ചു. സാഹിത്യത്തിനുള്ള 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. സാഹിത്യത്തിനുള്ള 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പി.കെ. കാളൻ പുരസ്കാരം ചിമ്മാനക്കളി കലാകാരനും മാരി തെയ്യം പാട്ടുകാരനുമായ കെ. കുമാരന് ലഭിച്ചു. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പി.കെ. കാളൻ പുരസ്കാരം ചിമ്മാനക്കളി കലാകാരനും മാരി തെയ്യം പാട്ടുകാരനുമായ കെ. കുമാരന് ലഭിച്ചു. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. ഭരണത്തിലിരിക്കെ അറസ്റ്റു ചെയ്യപ്പെട്ട രാജ്യത്തെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ? ഉത്തരം ആദ്യത്തെ. ഭരണത്തിലിരിക്കെ അറസ്റ്റു ചെയ്യപ്പെട്ട രാജ്യത്തെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ? ഉത്തരം ആദ്യത്തെ. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. വാക്സിൻ നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ലങ് വാക്സ്. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. വാക്സിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ലങ് വാക്സ്. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര്? ഉത്തരം ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര്? ഉത്തരം ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3ന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചു. ആ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3ന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചു. ആ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. രാമകൃഷ്ണ മിഷന്റെ എത്രാമത്തെ അധ്യക്ഷനാണ് അടുത്തിടെ അന്തരിച്ച സ്വാമി സ്മരണാനന്ദ? ഉത്തരം 16ാമത്തെ. രാമകൃഷ്ണ മിഷന്റെ എത്രാമത്തെ അധ്യക്ഷനാണ് അടുത്തിടെ അന്തരിച്ച സ്വാമി സ്മരണാനന്ദ? ഉത്തരം 16ാമത്തെ. ലോക നാടക ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 27. ലോക നാടക ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 27. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ
യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം? ഉത്തരം യൂറോപ്പ ക്ലിപ്പർ മിഷൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം? ഉത്തരം യൂറോപ്പ ക്ലിപ്പർ മിഷൻ. ChatGPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്? ഉത്തരം ഗ്രോക്ക്. ChatGPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്? ഉത്തരം ഗ്രോക്ക്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി? ഉത്തരം വിനയ് കുമാർ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി? ഉത്തരം വിനയ് കുമാർ. 2022 ആഗോളതലത്തിൽ എത്ര ടൺ ഭക്ഷണം പാഴാക്കിക്കളഞ്ഞതായാണ് റിപ്പോർട്ട്? ഉത്തരം 105 കോടി ടൺ. 2022 ആഗോളതലത്തിൽ എത്ര ടൺ ഭക്ഷണം പാഴാക്കിക്കളഞ്ഞതായാണ് റിപ്പോർട്ട്? ഉത്തരം 105 കോടി ടൺ. 2024 മാർച്ച് 26 ന്യൂയോർക്കിൽ അന്തരിച്ച റിച്ചാർഡ് സെറ ഏത് നിലകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കലാകാരനും ശില്പിയും. 2024 മാർച്ച് 26 ന്യൂയോർക്കിൽ അന്തരിച്ച റിച്ചാർഡ് സെറ ഏത് നിലകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കലാകാരനും ശില്പിയും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 346. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 346. 2024 ശതാബ്ദി ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? ഉത്തരം 1924 മാർച്ച് 30. 2024 ശതാബ്ദി ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? ഉത്തരം 1924 മാർച്ച് 30. വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ? ഉത്തരം വോയിസ് എഞ്ചിൻ. വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ? ഉത്തരം വോയിസ് എഞ്ചിൻ. കച്ചത്തീവ് ദ്വീപ് എവിടെയാണ്? ഉത്തരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. കച്ചത്തീവ് ദ്വീപ് എവിടെയാണ്? ഉത്തരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. ഏത് കായിക കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച പി രവിയച്ചൻ? ഉത്തരം ക്രിക്കറ്റ്. ഏത് കായിക കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച പി രവിയച്ചൻ? ഉത്തരം ക്രിക്കറ്റ്. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? ഉത്തരം 20. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? ഉത്തരം 20. മാർച്ച് 27 വാഷിംഗ്ടണിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏതു നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ. മാർച്ച് 27 വാഷിംഗ്ടണിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏതു നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന അടുത്തിടെ വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന അടുത്തിടെ വീണ്ടും പുതിയ പേരുകൾ നൽകിയത്?
ഉത്തരം അരുണാചൽ പ്രദേശ്. പോർച്ചുഗലിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ലൂയിസ് മോണ്ടിനേഗ്രോ. പോർച്ചുഗലിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ലൂയിസ് മോണ്ടിനേഗ്രോ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി. ഉത്തരം സദാനന്ദ വസന്ത ദത്തെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി. ഉത്തരം സദാനന്ദ വസന്ത ദത്തെ. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ. ഉത്തരം മൈക്കൽ തലാഗ്രാൻഡ്. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ. ഉത്തരം മൈക്കൽ തലാഗ്രാൻഡ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദിയാകുന്ന രാജ്യം. ഉത്തരം ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം. ഉത്തരം ശ്രീലങ്ക. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. ഉത്തരം പവൻ ധവലൂരി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. ഉത്തരം പവൻ ധവലൂരി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം വിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം വിജയ് ഛേത്രി. ചരിത്രത്തിലാദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയും പങ്കെടുക്കും. ആരാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം റൂമി അൽ ഖഹ്താനി. ചരിത്രത്തിലാദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയും പങ്കെടുക്കും. ആരാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം റൂമി അൽ ഖഹ്താനി. അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോബ്സ് മാസിക തയ്യാറാക്കിയ 2024 ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ബെർണാഡ് അർണാൾഡ്. അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോബ്സ് മാസിക തയ്യാറാക്കിയ 2024 ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ബെർണാഡ് അർണോൾഡ്. 2024 ഏപ്രിൽ 2 അന്തരിച്ച ഹുവാൻ വിൻസെന്റ് പെരേസ് മോറ ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത്? ഉത്തരം ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ. 2024 ഏപ്രിൽ 2 അന്തരിച്ച ഹുവാൻ വിൻസെന്റ് പെരേസ് മോറ ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത്? ഉത്തരം ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു. പേര്? ഉത്തരം CAR-T സെൽ തെറാപ്പി. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു. പേര്? ഉത്തരം CAR-T സെൽ തെറാപ്പി. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 10. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം USA. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം USA. ഇതോടെ 2024 മെയ് മാസത്തിലെ തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.